നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2 ദിവസമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകാരങ്ങളുടെയും നിഷേധത്തിൻ്റെയും ഒക്കെ ഒരു ജനത ഒരു സിനിമാ നടനെ അങ്ങേയറ്റം ഹൃദയത്തോടു കൂടി ചേർത്തു പിടിക്കുന്ന മാനസികമായ സന്തോഷങ്ങളുടെ നുറുങ്ങുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇവിടെ ആസിഫ് അലിയുടെ മറുപടി പുതുതലമുറയ്ക്ക് വല്ലാത്ത പ്രചോദനവും പ്രോത്സാഹനവുമാണ് നൽകുന്നത്. 2 ദിവസങ്ങൾ കൊണ്ട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരവർഷങ്ങൾ നടത്തുമ്പോൾ ഒരു മനുഷ്യനെ മാറ്റി നിർത്തപ്പെട്ടതിൻ്റെ പേരിലുള്ള സങ്കടവും പ്രയാസവും അതിൻ്റെ കുറ്റബോധവും ഓരോ മലയാളികളും പങ്കുവയ്ക്കുകയുണ്ടായി. പക്ഷേ ആസിഫ് അലി എന്ന ഒരുപാട് നന്മകളുടെ സ്വാത്വികനായ ആ മനുഷ്യൻ, അദ്ദേഹം അതിൻ്റെ യാഥാർത്ഥ്യം സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചപ്പോഴുണ്ടായ ചെറിയ പ്രശ്നങ്ങളാണ് പ്രായമേറെയുള്ള ആ മനുഷ്യനിൽ ഇത്തരമൊരവസ്ഥയിലേക്ക് ആയതും പ്രതികരണങ്ങളിൽ അദ്ദേഹത്തിന് മാനസികമായ വല്ലാത്ത സംഘർഷങ്ങളുണ്ടാകുന്നു എന്നും പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഉണ്ടായ മനസ്സിൻ്റെ വേദനയിൽ, അദ്ദേഹത്തിൻ്റെ പ്രയാസത്തിൽ ഞാൻ ക്ഷമാപണം ചോദിക്കുന്നു എന്ന ആസിഫ് അലിയുടെ മാതൃകാപരമായ മറുപടി എല്ലാ പ്രതിസന്ധികൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രായമുള്ള ആ മനുഷ്യനിൽ നിന്ന് സ്വാഭാവികമായി അദ്ദേഹം ഒരു മെമൻറ്റോ അദ്ദേഹം കൊടുത്തപ്പോൾ അത് വീണ്ടും മറ്റൊരാളിൽ നിന്ന് വാങ്ങാനുള്ള അംഗീകാരം ആഗ്രഹിച്ചപ്പോൾ മലയാളികൾ ഒന്നടങ്കം ആ ഒരു സാമൂഹ്യ തിന്മയെ, അദ്ദേഹത്തിൽ സംഭവിച്ചു പോയ ആ അബദ്ധത്തെ ചൂണ്ടിക്കാട്ടുകയും മലയാളികൾ ഒന്നടങ്കം ആ ആസിഫ് അലിയോടുകൂടി ചേർന്നു നിൽക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ നീറ്റലിൻ്റെയും വേദനയുടെയും അവസരത്തിലും പുഞ്ചിരിച്ചുകൊണ്ട് സമൂഹത്തെ നേരിട്ട ആ മനുഷ്യൻ്റെ വല്ലാത്ത കഴിവുകളെയാണ് മലയാളികൾ പ്രശംസിച്ചത്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പൂർണ്ണമായും ആസിഫ് അലി എന്ന ആ സിനിമാ നടനെ വല്ലാതെ പ്രയാസം ഉണ്ടായി എന്ന് പറഞ്ഞ ആ പ്രായമുള്ള ആ സഹോദരൻ, എന്നിലങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഞാനതിന് ക്ഷമ ചോദിക്കുന്നു, സോറി പറയുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഇനി എന്തു പറയാനാണ്? നമ്മുടെ പ്രായമുള്ള അച്ഛനും അമ്മയും നമ്മുടെ പ്രപിതാക്കന്മാർ പ്രായാധിക്യത്തിൻ്റെ അവശതയിൽ നിന്ന് സ്വാഭാവികം തെറ്റുകൾ സംഭവിക്കും. അങ്ങനെ തെറ്റുകളെ പരസ്പരം വർഗീയമായ ചിത്രീകരണങ്ങളിലേക്ക് പോകാതെ നമ്മളൊക്കെ ഒന്നാണ് എന്ന് ചേർത്തു പിടിക്കുന്ന വലിയൊരു സന്ദേശമാണ്, മാനവികതയുടെ വലിയൊരു സന്ദേശമാണ് ആസിഫ് അലിയും അതുപോലെ തന്നെ ആ സഹോദരനും. പ്രത്യേകിച്ച് ആ സംഗീതജ്ഞനായ ആ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ സംഗീതത്തിൽ അലിഞ്ഞു നിൽക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളായ ഒരുപാട് ഉസ്താദന്മാരുടെ സംഗീതമാണ് എൻ്റെ ഉള്ളിൽ അലിഞ്ഞു നിൽക്കുന്നത്, എനിക്കതെങ്ങനെ സാധിക്കും? നമ്മുടെ കൊച്ചു കേരളം ബഹുസ്വരതയുടെയും മാനവികതയുടെയും വർഗീയതയിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരു നല്ല മനുഷ്യരുടെ കൂട്ടായ്മയാണ് നമ്മുടെ കൊച്ചു കേരളം. ശാന്തിയും സമാധാനവും സംവിധാനിക്കുന്ന, ഒറ്റപ്പെടുത്തലുകളും അധിക്ഷേപങ്ങളും മാറ്റി നിർത്തലുകളുമില്ലാതെ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരാളുടെ മനസ്സിന് മാനസിക സംഘർഷങ്ങളും പ്രയാസവും ഉണ്ടാക്കാതെ, ഒരാളുടെയും ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളിൽ നിന്ന് ഇല്ലാതെ ഒരു നന്മയുള്ള മനുഷ്യനായി ജീവിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.